ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വിഷുവിൻ്റെ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തിട്ടാ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തെല്ലാം കണ്ണൻ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഓൻ തീരെ വിടൂല കേട്ടാ. അതുകൊണ്ട് അധികം ഓൻ ഉണ്ടെന്ന സമയത്ത് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റൂല. അതാണ് അധികം വീഡിയോ ലേറ്റ് ആവാൻ കാരണം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു വ്ളോഗ് മാത്രമല്ല കേട്ടാ, അമ്മേൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് തലേ ദിവസം ഉണ്ടായത്. അപ്പോൾ അമ്മ ഇതുവരെ അമ്മേൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചു. അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിനി, പക്ഷെ അമ്മക്ക് ഇതൊന്നും അറിയില്ല കേട്ടാ. നമുക്ക് വെറുതെ ഫുഡ് കഴിച്ചിട്ട് വരാം, ലാലോട്ടം വരുന്നുണ്ട് പറഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. ബാക്കി വീഡിയോ കാണാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. വല്ലാതെ വാടല്ലേ പൂവേ, നീ എൻ്റെ കുഞ്ഞുമലല്ലേ, എന്നാളും നാം ഇനിയൊന്നേ, നീ എൻ്റെ പൂത്തണലല്ലേ, തങ്ങൾ കിടങ്ങി പോകല്ലേ, കാണാതെ നമ്മൾക്ക് നാം തന്നെ ഒരു വീഡിയോ ശരിക്കും എടുക്കാൻ വിചാരിച്ചാല് ഒരു ഇൻട്രോ പറയാൻ പോലും പറ്റുന്നുണ്ടായില്ല കേട്ടാ. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ അമ്മ ബാക്കിലേ വരുന്നു. എന്ന് ഹലോ ഗൈസാ, ഹലോ ഗൈസ്. വിഷുവിന്റെ വെടി പൊട്ടിക്കുന്നു പറ. ആ അങ്ങടെ കൊണ്ടുവെക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അച്ഛൻ. അങ്ങാടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പൊട്ടുന്നെന്ന് പറയാൻ കഴിയില്ല, പേടിയാണ്. വിഷുവിന് ഞാൻ വീട്ടിലേക്ക് വരുന്നു പറഞ്ഞുകൊണ്ട് അച്ഛൻ കുറച്ച് പടക്കൊലം വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. കുറച്ച് വീട്ടിൽ തന്നെ പൊട്ടിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം എടുത്തിട്ട് നേരെ ഏട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടാ. വെടിയെല്ലാം പൊടിച്ചിട്ട് മടുത്തിട്ടാകുമ്പോഴത്തേക്ക് നേരെ വീട്ടിലേക്ക് വന്നിട്ട് നല്ല ചോറ് കഴിച്ചു വിട്ടാ. രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേക്കാണ് ഞാൻ എണീച്ചിട്ടുണ്ടായത്. അപ്പോഴത്തേക്ക് അമ്മ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നിട്ടുണ്ടായിട്ടാ. ഞാൻ എണീച്ചപാടും കണിയെല്ലാം കണ്ടു. കണ്ണനാണെങ്കിൽ ഇനി ഇത് നല്ല ദിവസമാണെങ്കിലും മോശം ദിവസമാണെങ്കിലും ഓന് ഉറക്കത്തെ ശല്യപ്പെടുത്തുമ്പോൾ ഓനെ നല്ല ചവിട്ട് കിട്ടും. അതുകൊണ്ട് ഓനെ ശല്യപ്പെടുത്താണ്ട് ഞാൻ വേഗം കുളിച്ച് റെഡി ആയിട്ടാ. സാരിയൊന്നും വൃത്തി കൊടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയിട്ട് നേരെ അമ്പലത്തിൽ പോവേന്ന്. വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അമ്മ ചായപ്പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ചായക്ക് നെയ്പ്പത്തിലും ചിക്കൻ കറിയാന്ന് ആക്കിയിട്ടുണ്ടായി. അമ്മയാണെങ്കിൽ ഈ പണ്ട് മുതലേ ഈ തുണിയിൽ അപ്പം പരത്തി ചുട്ട് അങ്ങനെയാണ് ശീലം. എനക്കാണെങ്കിൽ ഇങ്ങനെ പരത്തിയിട്ട് ആവുന്നില്ല. അവൻ്റെ അമ്മക്കും ആ ഒരു കറക്റ്റ് സ്പീഡും പിന്നെ എല്ലാം കറക്റ്റ് അറിയും. എനക്കാനാവുന്നില്ല. അമ്മക്ക് ഈ പ്രസ്സിൽ പരത്തിയിട്ട് ചുട്ടിട്ടെല്ലാം ചെയ്യൂലോ. രാവിലെ അപ്പുവാട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നേരം കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിനി. ആ പൈസയും കൊണ്ടാണ് ഇപ്പോൾ കണ്ണനാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ ആരെല്ലോ പൈസ കൊടുക്കുമ്പോൾ ആണെങ്കിൽ ഭയങ്കര സന്തോഷം. അതെല്ലാം എനക്കാണെങ്കിൽ തരുന്നില്ല എന്നാൽ കാണുന്നിടത്ത് വെക്കുന്നില്ല. അത് എവിടെല്ലോ കൊണ്ടുപോയിട്ട് വെക്കുന്നു. ചോദിക്കുമ്പോൾ അത് ആടിയിട്ട് ഈടിയിട്ട് ഇതെല്ലാന്ന് പറയുന്നു. ഇന്ന് ആടാന്ന് കേട്ടോ സ്പെഷ്യല് ആട്ടിറച്ചി. അത് ഈ വിഷുവിന് ഈ ദിവസത്തെ മണിക്കയിലും വിഷുവിന് മാത്രമാണ് ആട് മേടിച്ച് കറി വെക്കുക. എന്തെന്ന് എടുത്തു എന്നെ കാണുന്നില്ലല്ലോ. ആര് തന്നേ? കൈ നീട്ടം പീടിയെ പോകുമ്പോൾ മുട്ട പിടിക്കാതെ ഇരുന്നല്ല, കൈ നീട്ടതായിരുന്നു വിഷു ആയതുകൊണ്ട്. ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും എൻ്റെ ബാറ്ററി ഫുള്ള് ലോ ആയിട്ടാ. എന്തേന്ന് അറിയില്ല.
ഭയങ്കര ക്ഷീണവും. ലാലോട്ടൻ കുറച്ച് രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിന്. ഞാനങ്ങനെ ചായയും കുടിച്ചിട്ട് ഉറങ്ങി. പിന്നെ എണീച്ചത് ഉച്ചക്കാറ്റാണ്. ഉച്ചക്ക് എന്നിട്ട് ഏതായാലും ഒരു കുപ്പായം വാങ്ങിയല്ലേ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് ഒരുങ്ങിയിട്ട് നിൽക്കുകയാണ്. ഇവനാണെങ്കിൽ ഈ രാവിലെ തുടങ്ങിയതാണ് ഈ ഫ്രൂട്ട്സ് തീറ്റ. രാവിലെ ഉറങ്ങണിച്ച സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ട് പടിഞ്ഞാറ്റിൻ്റെ എടുക്കുന്ന പരങ്ങി കളിക്കുന്നത്. പല്ലും കൂടി തേക്കാണ്ട് രാവിലെ തന്നെ മുന്തിരി തിന്നുന്നുണ്ടായി. ലാലോട്ടനാണെങ്കിൽ ചോറ് വെച്ചിട്ട് കുറച്ച് ഞാണ്ട് പോയേട്ടാ. വീട്ടിലിരുന്ന് വടി പിടിക്കുന്നോണ്ട് നമ്മ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിനെ. മെയിനായിട്ട് പോകുന്നത് തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാ. അങ്ങനെ ഫോട്ടോയിലെടുത്ത് കുറച്ച് ഇരുട്ടാവാനാകുമ്പോഴത്തേക്കും നേരെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ വിഷു വ്ളോഗ്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.